വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആ കുട്ടി എൻ്റെ അടുത്ത് 2 പ്രാവശ്യമായി പറയുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആ കുട്ടിയുടെ പേര് ദേവിക എന്നാണ്. ആ കുട്ടിക്ക് ഒരു കുഞ്ഞ് ചാനലും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ചാനൽ നെയിം എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കറ്റാർവാഴ ജെല്ല് എങ്ങനെ കറ്റാർവാഴയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമെന്നാണ് ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റുമോ ചേച്ചി, സമയമുള്ളപ്പോൾ കാണിക്കൂ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിതിലൊരു 3 മെത്തേഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോരോ യൂസിനാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിക്ക് എടുത്താലാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. 2-3 ടൈപ്പിൽ നമുക്ക് എടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ കുറച്ചും കൂടി ഈസി ആവുന്ന രീതിയിൽ പല യൂസിനും പല രീതിക്ക് നമുക്ക് എടുക്കാമല്ലോ. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കറ്റാർവാഴനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ യെല്ലോ കളറിൽ കാണുന്നത് അതിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൂയിഡാണ്. ലാറ്റക്സ് എന്നാണ് അതിൻ്റെ ആ ഫാക്ടറിൻ്റെ പേര്. അപ്പോൾ ഇത് നന്നായിട്ട് കളയണം. എന്നിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ കണ്ടില്ല, ആ മഞ്ഞ കളറ് അത് മേത്ത് വീണാലും ചൊറിയും. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. മഞ്ഞ കളർ പോകുന്ന വരെ കുറച്ചധികം നേരം നമ്മളത് വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ വരും, കുറച്ചധികം നേരം ചൊറിയും. പിന്നെ അത് നമുക്ക് എന്താ പറയുക, നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. നന്നായി കഴുകി കളയുക. നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടെ കഴുകുക. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കടക്കിലത്തെ പോർഷന് നമുക്കൊന്ന് വെട്ടിക്കളയാം. ഇത് ഞാൻ എന്നിട്ടൊരു 3 പീസാക്കി മുറിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് അതിൻ്റെ ആ 2 എഡ്ജും ആ മുള്ളുള്ള എഡ്ജ് രണ്ടും മാറ്റിക്കളയാം. എന്നിട്ട് നിങ്ങൾക്ക് ഫേസിലേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഒന്നും കൂടെ ഒന്ന് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ പരന്നിരിക്കുന്ന ഭാഗം നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു ആ സ്പൂണ് വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് എന്താ പറയുക, ആ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ കത്തി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് നന്നായിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ ഐസ്ക്രീമൊക്കെ എടുക്കൂലേ, അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും എന്താ പറയുക, വേസ്റ്റ് ഇല്ലാണ്ട് ശരിക്കും ആ പോളയുടെ ഉള്ളിൽ നിന്നെല്ലാം കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ വലിയൊരു പീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ജ്യൂസ് വെച്ചാൽ മിക്സിയിലടിച്ചാൽ അത് ജ്യൂസാക്കാം. അപ്പോൾ ഇതാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വഴുതി പോവുക, വേസ്റ്റ് ആവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും. കണ്ടോ, എല്ലാം അപ്പം തന്നെ കിട്ടും. മറ്റേ ഭാഗത്ത് ഒന്നും വേസ്റ്റായി പോകുന്നില്ല. കണ്ടോ, ഫുള്ള് നമ്മൾ വരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തിനെങ്കിലും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ, അതായത് ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ, ക്രീമിൻ്റെ കൂടെ എങ്ങാനും ബ്ലെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സെയിം പ്രോസസ്സ് തന്നെ നേരത്തെ പോലെ തന്നെ നമുക്കത് വരഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തിനെങ്കിലും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ, അതായത് കടലമാവിൻ്റെ കൂടെയോ അങ്ങനെ എന്തിനെങ്കിലും കൂടെ ബ്ലെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇളക്കി കൊടുക്കാനായിട്ടും നന്നായി അലിഞ്ഞ് കിട്ടാനായിട്ടും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. മറ്റേതാണെങ്കിൽ ഇതിങ്ങനെ ജെല്ലി ഫോം ആയ കാരണം കൊണ്ട് അതിങ്ങനെ വഴുതി പോവുകയുള്ളൂ. അപ്പോൾ കുഞ്ഞേ പീസാക്കാനായിട്ട് നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കത്തി വെച്ചിട്ട് വരഞ്ഞ് കുഞ്ഞേ പീസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, എളുപ്പത്തിൽ കഴിയും. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞൊരു പീസാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് വേറെ എടുക്കുന്നില്ല. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഹെയറിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ച കളറിലുള്ള ആ പോർഷൻ കട്ട് ചെയ്ത് കളയണമെന്നൊരു നിർബന്ധമില്ല. നമുക്കിത് ജസ്റ്റ് കുറച്ച് പീസസാക്കി എടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ ഇത്രയും പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ മറ്റേതിലേക്ക് കാണിച്ച കാരണം കൊണ്ട് ഇപ്പോൾ ഇത് 4 പീസാക്കിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരു പ്രശ്നവും ഇങ്ങനെ തന്നെ എടുക്കാം.
ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണ്, അതായത് ആ തോടടക്കമുള്ളത്. നമുക്ക് തലയിൽ എണ്ണ കൂടെ ആക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ മുടിയുടെ ടിപ്പിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ഗ്രീൻ കളറ് തോലെടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് 3 തരത്തിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മൾക്ക് എളുപ്പമാവുന്ന രീതിയിൽ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അല്ലേ. അപ്പോൾ ചിലവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല ഇതെങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.